ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ. നമ്മൾ റമദാനൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇഫ്താറിന് നോമ്പ് തുറക്കൊക്കെ വളരെ നല്ല ടേസ്റ്റോട് കൂടി കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. അതുപോലെ ഇത് നമ്മളെ കണ്ണൂർക്കാരൻ്റെ സ്വന്തം പാലൂതയാണ് കേട്ടോ നമ്മളിന്നിവിടെ കാച്ചാൻ പോകുന്നത്. നോമ്പൊക്കെ അല്ലേ എത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് നോമ്പ് തുറക്കി ഇതൊക്കെ കുടിച്ച് നോമ്പിനൊക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാലൂത കാച്ചുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ പാലൂത കാച്ചാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് 1/2 ലിറ്റർ പാലിന് വേണ്ടിയിട്ടുള്ള പാലൂതയാണ്. അതുകൊണ്ട് തന്നെ 1/2 ലിറ്ററിന് ഒരു ടേബിൾ സ്പൂൺ ധാരാളമാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ ഒപ്പം തന്നെ ആയിട്ട് 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മൈദ നല്ല രീതിയിൽ മെൽറ്റ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മളെ മൈദ മെൽറ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളെ മൈദ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ പാലൂത കാച്ചുന്ന പരിപാടിയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ചായയൊക്കെ കാച്ചുന്ന ഒരു പാത്രം എടുത്ത് വെക്കുക. അതിലോട്ടേക്ക് ആ പാന് ചൂടായതിന് ശേഷം അതിലോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യൊക്കെയാണ് കേട്ടോ പാലൂദൻ്റെ രുചി കൂട്ടുന്ന സാധനങ്ങൾ. അപ്പോൾ കഴിയുന്നതും 1 ടേബിൾ സ്പൂൺ ചേർക്കാൻ നോക്കുക. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ഗീയിലോട്ടേക്ക് 1 ടീസ്പൂൺ വീതം നമ്മൾ ഉള്ളി നേർങ്ങനെ അരിഞ്ഞ ഉള്ളി ഇതിലോട്ടേക്ക് ചേർക്കുന്നുണ്ട്. അതിന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഈ ഉള്ളി ഒന്ന് വാടി വരണം കേട്ടോ. കരിഞ്ഞു പോവാണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടില്ല, 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഉള്ളി ഇവിടെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ടേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാൽ നിങ്ങൾ ഇഷ്ടത്തിന് കൂട്ടി കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ 1/2 ലിറ്റർ പാലിലോട്ടേക്ക് ഞാൻ നേരത്തെ കാച്ചി റെഡിയാക്കി വെച്ച നമ്മളെ മൈദ മിക്സും കൂടി ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദ ചേർത്ത് ഇളക്കിയിട്ടില്ലെങ്കിൽ മൈദ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തീ നല്ല രീതിക്ക് കുറച്ച് വെച്ചതിന് ശേഷം മൈദ മിക്സ് ചേർത്തിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളെ പാലിൻ്റെ തിക്നെസ് ഒക്കെ അനുസരിച്ചിരിക്കും കേട്ടോ ഈ വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും നിങ്ങളെ മധുരം അനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ ഇതിലോട്ടേക്ക് 2 പിഞ്ച് അതായത് 1/4 ടീസ്പൂണിൻ്റെ കുറവായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാർഡമൻ പൗഡറും ചേർക്കുക. അതായത് നമ്മളെ ഏലക്കായ് പൊടി അതന്നെ. അപ്പോൾ 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഇത് എന്നെ കൈവിടാണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ല രീതിക്ക് തിളച്ച് വന്നതിനാൽ നമ്മൾ ഈ പാലൂത റെഡിയാവും കേട്ടോ. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യുക. നമ്മളെ മൈദയൊക്കെ ഒന്ന് നല്ല രീതിക്ക് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മൈദയൊക്കെ വെന്ത് പാലൊക്കെ തിളച്ച് കഴിയുന്ന സമയത്ത് മനസ്സിലായിക്കോ നമ്മളെ പാലൂത റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതുപോലെ പാലൂത റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിതാ എന്താ ചെയ്യുക, 3 കപ്പ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 3 കപ്പിലോട്ടേക്കും നമ്മൾ ഈ പാലൂത നമുക്കൊന്ന് ഒഴിച്ചാലാ. ഇതുപോലെ നോമ്പിനൊക്കെ റെഡിയാക്കി കപ്പിൽ ഒഴിക്കുന്ന സമയം നോമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് ബാങ്ക് കൊടുത്ത് നോമ്പ് മുറിക്കാൻ വേണ്ടി കാത്തിക്കുന്നവരുണ്ടോ? ഉണ്ടാവുമല്ലേ. എന്തായാലും നല്ല മണവും രുചിയാണെങ്കിൽ അതിൻ്റെ അപ്പുറമാണല്ലേ ഈ പാലൂതക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഞാൻ എന്തായാലും ഈ 1 കപ്പ് പാലൂത കംപ്ലീറ്റ് ഒന്ന് കുടിച്ചിട്ട് വരട്ടെ കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ നല്ല രുചിയുണ്ട്. ആ നെയ്യിൻ്റെ ഒക്കെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇഫ്താറിനും അതല്ലാത്ത സമയമൊക്കെ നമുക്ക് ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് പാലൂത. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പാലൂത ഐറ്റംസൊക്കെ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ വേറെ ഇഫ്താർ റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.